മറ്റന്നാൾ വൈകുന്നേരം കൊച്ചേട്ടൻ ആഗ്രയിലെത്തും. എത്തിയാലുടനെ എന്റെ പൊന്നു പെങ്ങൾക്ക് ഞാൻ കത്തെഴുതും. പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യും. അന്നൊരു കത്ത്, പിന്നെ ആഴ്ചയിൽ ഓരോന്ന് കിട്ടും. എല്ലാ മാസവും ചെലവ് കഴിച്ചുള്ള പണം സിന്ധുമോളുടെ പേരിൽ ഞാൻ അയച്ചു തരും. പിന്നെ ആർക്ക് വേണ്ടിയാണ് മോളെ കൊച്ചേട്ടൻ സമ്പാദിക്കുന്നത്? 6 മാസം കഴിയുമ്പോ കൊച്ചേട്ടൻ ഇങ്ങ് വരില്ലേ? ശരി, സമ്മതിച്ചിരിക്കുന്നു. 3 മാസം കഴിയുമ്പോ അവധി കിട്ടുമ്പോഴൊക്കെ കൊച്ചേട്ടൻ ഇങ്ങ് വരും. ഓർമ്മകൾ തുടങ്ങുന്നതിന് മുൻപേ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട നിന്നെ ആ ദുഃഖം അറിയിക്കാതെയാണ് വലിയേട്ടനും ഞാനും വളർത്തിയത്. നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കളിക്കൂട്ടുകാരും എല്ലാം ഞങ്ങളായിരുന്നു. ആ നിന്നെ തിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്നതിലാണ് മോളെ കൊച്ചേട്ടന് ഏറ്റവും വലിയ ദുഃഖം. അയ്യേ, കരയാതെ, കൊച്ചു കുട്ടികളെ പോലെ. ചിരിച്ച്, ഒന്ന് ചിരിച്ചേ. ചിരിക്കണോ? കുതിര, ചാടും കുതിര, കടിഞ്ഞാണിട്ട പായം കുതിര. മോളെ വല്യേട്ടനോട് ഏതൊരു പ്രാക്ടീസും കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും. ആഹാ, നീ ഇത്ര വേഗം റെഡിയായോ? പണി 9 ആവുന്നു. പാട്ട് പാടാനിരുന്നാ പിന്നെ ദേവേട്ടൻ പരിസരം പോലും മറക്കുമല്ലോ. അല്ല, ദേവേട്ടൻ ഡ്രസ് മാറുന്നില്ലേ? എന്തിനാ ഗോപ, ഈ റെയിൽവേ സ്റ്റേഷൻ വരെ നിന്റെ കൂടെ വരാൻ എനിക്കിതൊക്കെ ധാരാളം. പിന്നെ രൂപയും ലഗേജും ടിക്കറ്റും ഒക്കെ ഭദ്രമായി സൂക്ഷിച്ചു വേണം. വിശേഷിച്ചും അപ്പോയിന്റ്മെന്റ് ഓർഡർ. ദേവേട്ട, സിന്ധുമോളെ മെഡിക്കൽ ടെസ്റ്റ് മുടങ്ങാതെ കൊണ്ടുപോണേ. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. കൊച്ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ സിന്ധുമോൾക്ക് സംസാരിക്കാനാവും. എന്താ ഇത്? ചിരിച്ചുകൊണ്ട് വേണ്ടേ കൊച്ചേട്ടനെ യാത്രയാക്കാൻ? അല്ല, നീയും കരയുകയാണോ? കരഞ്ഞുകൊണ്ട് യാത്ര പോകരുത്. പുറപ്പെടും. വരൂ. കരയാതിരിക്കുമോളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കുറച്ചുകൂടി തുറക്കൂ. ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ലാറിംഗ് ബോക്സിന് തകരാറാണെന്നാണ് തോന്നുന്നത്. കുറച്ചു നാളത്തെ ചികിത്സ കൊണ്ട് സിന്ധുവിന് സംസാരിക്കാൻ കഴിയണം. ഒരു മാസത്തേക്ക് തുടർച്ചയായി ഇഞ്ചക്ഷൻ എടുക്കണം. ശരി ഡോക്ടർ. മുടങ്ങരുത്. താങ്ക് യു ഡോക്ടർ. വരട്ടെ. ഓൾറൈറ്റ്.
മോള് നാളെ മുതൽ തനിയെ പോയച്ചാ മതി. പോയിക്കോളൂ. അറിയാമല്ലോ, സാമാന്യം ഭംഗിയായി തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ എനിക്കുണ്ട്. ഒരിക്കലും ഒരു ജോലിയുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിക്കഴിയാൻ എനിക്കാവില്ല. എന്റെ മനസ്സ് നിറയെ സംഗീതമാണ്. സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്റെ ജീവിത ലക്ഷ്യം. അതുകൊണ്ടാണോ ഈ പ്രായം വരെ വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഇതുവരെ വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്നത് സംഗീതത്തെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അനുജനെയും അനുജത്തെയും നോക്കാനായി. അവർ കാര്യപ്രാപ്തിയുള്ളവരായപ്പോ എന്നെ വിവാഹം കഴിക്കാൻ വന്നു. അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ വന്നു. പെണ്ണിനെ കണ്ടപ്പോ തോന്നി കെട്ടിയാലെന്തെന്ന്. കെട്ടി. ആട്ടെ, പ്രഭ എന്താ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? എനിക്കതിന് വലിയ പ്രായമൊന്നുമില്ലല്ലോ. അതിവിടെ വിവാഹത്തിനു മുമ്പ് എല്ലാ പെണ്ണുങ്ങളും പ്രായം കുറച്ച് പറയും. ഇനി തുറന്നു പറഞ്ഞാൽ എന്താ? എത്ര വയസ്സാ കുറച്ച് പറഞ്ഞത്? പറയൂ. അത് പോട്ടെ. പ്രഭയ്ക്ക് പാട്ടിഷ്ടമാണ്. എന്റെ പാട്ടിഷ്ടമാണ്. അതിന് പ്രഭ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ഇനി എനിക്ക് കേൾക്കാമല്ലോ. ഇഷ്ടം പോലെ. ഞാനൊരു വലിയ ഗായകനാകുന്നത് പ്രഭയ്ക്ക് ഇഷ്ടമല്ല. നാളെ ലോകം മുഴുവൻ എന്റെ പാട്ട് കേട്ട് പൂരിക്കും. എല്ലാവരും എന്നെ ആരാധിക്കും. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആകുന്നതാണോ അതോ ഒരു ഗായകനാകുന്നതാണോ? ഏതാണ് പ്രഭയ്ക്ക് ഇഷ്ടം? അങ്ങനെ ഏതിഷ്ടവും എന്റെ ഇഷ്ടമാണ്. എങ്കിലേ എനിക്കിപ്പോ വേറൊരു ഇഷ്ടമുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. സിന്ധുമോളെ കണ്ടിട്ട് ഒരാഴ്ചയായി. നാളെ നമുക്കൊന്ന് പോകാം. നിനക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ? സാരമില്ല, ഞാൻ അവധി എടുക്കാം. ശരി, രാവിലെ തന്നെ നമുക്ക് പുറപ്പെടാം. ശരി. അയ്യോ ദേ, എന്റെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഹായ്. ഹണിമൂൺ ആഘോഷിക്കാൻ വന്നായിരിക്കല്ലേ? എന്റെ ഇവിടെ പോട്ടെ, പിന്നെ പരിചയപ്പെട്ടോളാം. അഞ്ചര മണിക്കാ ഫസ്റ്റ് ബസ്. സിന്ധു മോളെ കാണാൻ നമുക്ക് ആ ബസ്സിൽ അങ്ങ് പോയേക്കാം. നമുക്കോ? ഒറ്റയ്ക്കങ്ങ് പോയേച്ചാ മതി. അതെന്താ പ്രഭേ, നീയല്ലേ അവളെ കാണണമെന്ന് പറഞ്ഞത്? കൂടെ വരാൻ വേറൊരുത്തി ഉണ്ടല്ലോ. ആ പാർക്ക് വെച്ച് കണ്ടില്ലേ? അവളെ വിളിച്ചോണ്ട് പോയാ മതി കൂട്ടിന്. അയ്യോ, അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആഹാ,
അറിയായിരുന്നെങ്കിലും വിളിച്ചോണ്ട് പോയാനല്ലേ? അയ്യോ എനിക്ക് വരുന്നുണ്ട് കഴിയും. നേഴ്സ് നോക്കി നിൽക്ക്. എന്റെ കണ്ണും കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ ഞാനില്ലാത്തപ്പോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്റെ തലവിധി. പ്രഭേ, എന്റെ മനസ്സിൽ നിനക്കല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമില്ല, ഒരിക്കലും ഉണ്ടായിരിക്കുമില്ല. പ്രഭേ, ദയവ് ചെയ്ത് നിന്നെ വിശ്വസിക്കും. ഈ ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം പറയൂ. മനസ്സുകൊണ്ട് പോലും നിന്നോടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മരിച്ചുപോയ അച്ഛനമ്മമാരാണ്. ഞാൻ എന്തൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കൂ. പൊന്നും കുടത്തിന് പൊട്ടു വേണ്ടെന്ന് പറഞ്ഞവന് ഒരു സൗന്ദര്യബോധവുമില്ല. എന്റെ പൊന്നും കുടത്തിന് ഒരു പൊട്ടുകൂടി വേണം. മതി മതി, ഒരു കിന്നാരം അകത്ത് ഫ്ലാസ്കിൽ കാത്തു വെച്ചിട്ടുണ്ട്. ഊണോ? ഊണൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് വിളമ്പി തരാം, എന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഓ, ഇന്നേ മ്യൂസിക് പ്രാക്ടീസ് ഒന്നും വേണ്ട. ചുമച്ചുള്ള മരുന്ന് സമയത്തിന് കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ മതി. മനസ്സിലായോ? ആയേ. നമസ്കാരം. നമസ്കാരം. ഓ, വന്നാട്ടെ വന്നാട്ടെ, അങ്ങോട്ടിരുന്നാട്ടെ. ഞങ്ങള് ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളവരാ, പരിചയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാ. ഞാൻ സെക്രട്ടറി, ഗജാൻജി പ്രസിഡന്റ്. കേട്ട് കാണും. പാറേക്കാട്ട് ബാലകൃഷ്ണപിള്ള. ഇല്ല, ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ് ഞാനാ. സംഭാവനയ്ക്കായിരിക്കും. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആകാവുന്നതല്ലേ ഉള്ളൂ. ഓ, മിസ്റ്റർ രവിപ്രസാദ് നല്ലൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് താങ്കളുടെ ഒരു ഗാനമേള നടത്താനാണ് ഉത്സവ കമ്മിറ്റിയുടെ ഐകകണ്ഠമായ തീരുമാനം. സന്തോഷം. ചായ 751 രൂപ പ്രതിഫലം തരാനാണ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. ഇതാ 101 രൂപ അഡ്വാൻസ്. പിന്നെ മിസ്റ്റർ രവിപ്രസാദിനോട് എല്ലാം തുറന്നു പറയണമല്ലോ. ഓ, 501 രൂപ ഉത്സവ കമ്മിറ്റിക്ക് സംഭാവനയായി നൽകണം. അതാ അതിന്റെ കീഴ്വഴക്കം. പിന്നെ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടത്താൻ അവസരം കിട്ടുക എന്നൊരു മഹാഭാഗ്യമാ. യേശുദാസും ജയചന്ദ്രനും ഒക്കെ ഗാനമേള നടത്താനുള്ള സ്റ്റേജാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. പരിപാടി പൊടി പൊടിക്കണം. ഓ, പൊടിക്കാം. നിങ്ങൾ എന്തിനീ പരിപാടി നടത്താമെന്ന് ഏറ്റത്? അഡ്വാൻസ് കൂടി തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓട്ടെ പ്രഭേ, കയ്യിൽ നൽപ്പം ചിലവായാലും നല്ലൊരു സ്റ്റേജാ കിട്ടിയിരിക്കുന്നത്. നീ നോക്കിക്കോ, ഞാൻ ഒരു കലക്കം. ഇപ്പോഴേ തുടങ്ങിയല്ലോ ചുമ. ബഹുമാന്യരെ, ഈ സന്തോഷ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിന് അവസരമുണ്ടാക്കി തന്ന ഇവിടത്തെ അമ്പല ഭാരവാഹികളോട് എനിക്കുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഗാനം ഞാൻ സ്വന്തമായി എഴുതി ട്യൂൺ ചെയ്ത ഒന്നാണ്. നിങ്ങളുടെ എല്ലാം അനുഗ്രഹ ആശിസ്സുകളോടെ ഞാൻ എന്റെ പാട്ട് ആരംഭിക്കുകയാണ്. ഞാനൊരു മലയാളി, ഉഗ്രമായി പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. ഞാനൊരു മലയാളി, ഉഗ്രമായി പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. ഞാനൊരു മലയാളി. ഗ മ പ ധ നീ സ മലയാളി. ഗ ഗ ഗ രി 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 സ സ സ സ സ
നീ നി 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 ദ ദ ദ ദ ദ ദ നി 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 സ ദ ദ സ ദ ദ നി രി 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 ഗ 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 മ മ മ മ മ മ മ പ പ പ പ പ പ കുട്ടി ഏതാ? ഞാൻ അപ്പുറത്തെ വീട്ടിലെയാ. സുജാതി എന്നാ പേര്. എന്ത് വേണം? ഞാൻ ചേട്ടന്റെ ഗാനമേള കേൾക്കാനുണ്ടായിരുന്നു. ഓ, എത്ര നന്നായി പാടി തുടങ്ങിയതാ, കഷ്ടമായി പോയി. എന്ത് ചെയ്യാൻ സുജാതി, ആ നശിച്ച ചുമ. ചേട്ടന്റെ പാട്ട് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. സുജാതി എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ ചേട്ടൻ ഇവിടെ ഇരുന്ന് പാടുന്നത് ഞാൻ എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്നോ. ഞാൻ പറഞ്ഞിട്ടാ അച്ഛൻ ഇവിടെ വന്ന് ചേട്ടന്റെ ഗാനമേള ബുക്ക് ചെയ്തത്. ആ ജുബ്ബായിട്ട് വന്നില്ലേ, അതാ എന്റെ അച്ഛൻ. ഓ, മനസ്സിലായി. ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ്. അതെ. ചേട്ടാ, അന്ന് ഗാനമേളയ്ക്ക് പാടിയ പാട്ട് ഒന്ന് പാടാമോ? അതിനെന്താ, എങ്കിലും ഒന്ന് പാടൂ. സുജാത അല്പം കഴിഞ്ഞു വരൂ. പ്രഭ അപ്പോഴേക്കും ഇവിടെ വരും. എന്നിട്ട് ഞാൻ പാടാം. അയ്യോ, ആ ചേച്ചിയെ എനിക്ക് പേടിയാ. ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് പോലും പ്രഭ ചേച്ചിക്ക് ഇഷ്ടമല്ല. അതല്ലേ ചേച്ചിയില്ലാത്ത നേരം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ പ്രഭയില്ലാത്തപ്പോ ഞാൻ... ചേട്ടാ, പ്രഭ ചേച്ചി വരാൻ ഇനിയും താമസിക്കുമല്ലോ. ആ ഒരു പാട്ട് കേൾക്കാനാണ് ഞാൻ വന്നത്. ചേട്ടന്റെ പാട്ടെന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താ. ശരി, സുജാത അകത്തേക്ക് വരൂ. സംഗീതത്തെ സ്നേഹിക്കുന്ന ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. വന്നാട്ടെ. ആയിരിക്കൂ. ഞാൻ ആദ്യം ഒരു കീർത്തനം പാടാം. അയ്യോ ചേട്ടാ, ആ പാട്ട് മതി. ഏത് പാട്ട്? ആ ചുമപ്പാട്ട്. അയ്യോ, അത് ചുമപ്പാട്ടല്ല. ഞാൻ പാടിയപ്പം ചുമച്ചു പോയതാണ്. ആ, അത് മതി. ഇപ്പൊ ചുമയില്ലാതെ പാടാൻ പറ്റൂ? അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ വന്നത്. ശരി, തുടങ്ങാം. ആ പാട്ട് ഇപ്പൊ വേറെ ട്യൂണിലാ പാടാൻ പോകുന്നത്. ഞാനൊരു മലയാളി, പാവം പാടും തൊഴിലാളി. ഞാനൊരു മലയാളി, പാവം പാടും തൊഴിലാളി. നാടിൻ മോചന രണഗണത്തിലെ പടയാളി. ഞാനൊരു മലയാളി, 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 മലയാളി. ഞാനൊരു മലയാളി, പാവം പാടും തൊഴിലാളി. ഞാനൊരു മലയാളി, മലയാളി, മലയാളി. പ്രഭ വന്നല്ലോ. ഞാൻ പോയി കഥ തുറന്നിട്ട് വരാം. അയ്യോ വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? പ്രഭ വെറൊരു പാവമാണ്. അയ്യോ ചേട്ടാ, എന്നെ കണ്ട കുഴപ്പമാ. ഞാൻ പുറകുവശത്തോടെ പോയിക്കൊള്ളാം. ഞാൻ പോയി തുറക്കട്ടെ? അയ്യോ വേണ്ട ചേട്ടാ, ഞാനിവിടെ നിൽക്കുന്നവരുടെ ചേട്ടനും കുഴപ്പമാ. എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് ചേട്ടാ. ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലെ അനുഭവങ്ങളുണ്ടാ പറയുന്നത്. ഓ, അങ്ങനെയാണോ? എന്നാൽ ആഹാ, ഇന്ന് പ്രാക്ടീസ് ആയിരുന്നോ? ആ, പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ നമുക്കിന്നൊരു സിനിമയ്ക്ക് പോകാം. സിനിമയ്ക്കോ? ഇന്നോ? ശരി, വെക്കളയാ. നീ പോയി കുളിച്ച റെഡിയായി വാ. കുളിക്കാനോ? കുളിച്ച് റെഡിയായി വാ. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല.
ആ കുട്ടി പറഞ്ഞതാ സത്യം. എന്റെ പാട്ട് കേൾക്കാൻ ആ കുട്ടി വന്നത്. അവൾ എന്നിൽ ആരാധിക മാത്രമാണ്. ആരാധികമാരെ കട്ടിലിനടിയിലെത്തിയാണോ പാട്ട് കേൾപ്പിക്കുന്നത്? അവൾ നീ വന്നപ്പോ പേടിച്ച് കട്ടിനടി കയറി കിടന്നു പോയതാ. മുഖത്ത് നോക്കി കള്ളം പറയാൻ തുടങ്ങിയോ? അയ്യോ, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മുഖത്ത് നോക്കി കള്ളമേ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല, പക്ഷെ പ്രവർത്തിക്കും. മടുത്തു, നിങ്ങളടുത്ത് ജീവിതം മടുത്തു. തുറന്നു പറയൂ, ഞാൻ മാത്രം പോരെ നിങ്ങൾക്ക്? എന്റെ പൊന്നു പ്രഭേ, നീ എന്നൊന്ന് വിശ്വസിക്കൂ. എന്റെ പാട്ട് കേൾക്കണമെന്നും പറഞ്ഞു വന്ന അവളെ ഞാൻ ഒരു പാട്ട് പാടി കേൾപ്പിച്ചു. അതൊരു തെറ്റാണോ? അവൾ നിന്നെ പേടിച്ച ആ കട്ടിൽ അടിയെ കയറി കിടന്നത്. എനിക്ക് ആ പെണ്ണ് എന്റെ സിന്ധുമോളെ പോലെയാ. പ്രഭേ, മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. നിങ്ങൾ എന്തിനാ കൂടെ കൂടെ മരിച്ചു വരെ പിടിച്ച് സത്യം ചെയ്യുന്നത്? അല്ലാതെ പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും? എനിക്കിപ്പോ വിശ്വാസമായി. നോക്കൂ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞാ മതി. ഞാൻ ഒരിക്കലും അങ്ങ് സംശയിക്കരുതായിരുന്നു. അങ്ങ് എന്നോട് ക്ഷമിക്കൂ. എല്ലാം എന്റെ സംഗീത ഭ്രാന്ത് കൊണ്ട് സംഭവിച്ചതല്ലേ. ഇനി ഒരിക്കലും എന്റെ പ്രഭ ദുഃഖിക്കേണ്ടതില്ല. പ്രഭേ, വയറ്റിനെന്താ സുഖമില്ലേ? നീ ദഹിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? കണ്ട കപ്പയും പുളിയും ചക്കയും ഒക്കെ വലിച്ചു വാരി തിന്നിട്ടായിരുന്നു. ശരി. അല്ല, ഇന്നെന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? വിശേഷമൊക്കെ ഉണ്ട്. ഞാൻ ആരാണെന്നാണ് വിചാരിച്ചത്? എന്റെ എല്ലാം. അതിലുമുപരി ഞാനൊരു ഗായകൻ കം മ്യൂസിക് ഡയറക്ടർ. ഈ കമ്മെന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ ചാൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. കിട്ടും, ഇപ്രാവശ്യം കിട്ടും. പുതുമുഖങ്ങളെ മാത്രം പങ്കെടുപ്പിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുടെ ഡയറക്ടർ ഇന്ന് ഹോട്ടൽ പാരഡൈസിൽ വരുന്നു. ഞാൻ അയാളെ കാണാൻ പോവുക. ചിലപ്പോ എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടും. അയ്യോ, സത്യമാണോ? ചേട്ടന് സിനിമ ചാൻസ് കിട്ടുമോ? എന്റെ ശബ്ദം കേട്ടാൽ ഏത് കൊലകൊമ്പനാ വീഴാത്ത. പാടുക മാത്രമല്ല, സംഗീത സംവിധാനവും നടത്തും. എന്റെ ദൈവമേ, എല്ലാം നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമാ. ആണല്ലോ. പിന്നല്ലാതെ. എങ്കിൽ 50 രൂപ എടുക്ക്. 50 രൂപയോ? അതെന്തിനാ? ഇരിക്കട്ടെ, ഒരു വഴിക്കിറങ്ങുന്നതല്ലേ. തരം തരം. സാറിന്റെ പടം എന്നാ കളറില്ല? കളറ്. അല്ല, വേറൊരു സാർ എനിക്ക് ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ഫിലിം കളറില്ല. അതിന്റെ ഡാലിയ കലക്കും. ശരിയാണോ സാർ? ശരിയാണ്, ഞാനല്ലേ പറയുന്നത്. വില്ലന്മാരുടെ ശല്യം. നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. നമസ്കാരം സാർ. സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്റെ പേര് രവിപ്രസാദ്. നല്ലൊരു ഗായകനാണ്. നല്ലതാണോ ചീത്തയാണോ നിങ്ങളല്ലേ അവിടെ തീരുമാനിക്കുക? അല്ല സാർ, സർട്ടിഫിക്കറ്റുള്ള വലിയ കാര്യമായി. ഇരി ഇരി. ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോ സംഗീതത്തിന് കിട്ടിയത്. ഫാൻസി ഡ്രസ്സിനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സാർ നന്നായി മ്യൂസിക് കമ്പോസ് ചെയ്യാനും അറിയാം. നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? കുറെ ഒക്കെ പാടട്ടെ സാർ. ഹലോ, നിർത്തൂ. ഞാൻ കുറച്ച് ബിസിയാണ്. എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. രവിപ്രസാദ്, ഈ ശാസ്ത്രീയ സംഗീതം കണ്ടുപിടിച്ചതാരാ? ഹലോ, ഇവിടെ ആരാ? സാർ, ഈ ശാസ്ത്രീയ സംഗീതം അങ്ങനെ ഏതെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചതല്ല. അത് അനവധി വർഷങ്ങളിലൂടെ കുഴിച്ചെടുത്തായിരിക്കും. നിങ്ങൾക്ക് ഈ ശാസ്ത്രീയ സംഗീതത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല. ശങ്കര ആഭരണ ശാസ്ത്രീയം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ശങ്കരാഭരണ ശാസ്ത്രികൾ കണ്ടുപിടിച്ച ശാസ്ത്രമാണ് ഈ ശാസ്ത്രീയ സംഗീതം.
അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണല്ലോ ഈ ശങ്കര ആഭരണം എന്ന മലയാള സിനിമ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പുരാണ ചിത്രങ്ങൾ കാണണം മിസ്റ്റർ. നിങ്ങൾ ഈ ഗായകനാണ്, മ്യൂസിക് ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞ് ഈ ഫയലും തൂക്കി പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഫിഗറൊന്നും കൊടുത്തിരിക്കൂ. ഒരു ചാൻസ് കിട്ടിയാൽ രക്ഷപ്പെട്ടു പോയിക്കോളൂ. മനസ്സിലായില്ലേ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ, യേശുദാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായമാണ്. ഒരഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം അങ്ങോട്ട് പറയാം. ഹലോ ഹലോ, അപ്പൊ ഞാന് അവിടെ വെയിറ്റ് താഴെ നിൽക്കും, ഞാനിപ്പോ വരാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കും. എന്റെ പ്രൊഡ്യൂസർ താഴെ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാം. സാറേ, എന്റെ കാര്യം അത് ഞാനൊന്ന് രക്ഷപ്പെട്ടെ, എന്നിട്ടല്ലേ നിങ്ങളെ കാര്യം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ സിനിമ നടി ഡാലിയ. ഡാലിയ? സിനിമ നടിയോ? അതെ, ഞാനിപ്പോൾ ഫീൽഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഈയിടെ റിലീസായ കുളിക്കുന്ന സുന്ദരി കണ്ടോ? അതിലാരായിട്ടാ? ഇന്റർവെല്ലിന് ശേഷം നായികയും കൂട്ടുകാരികളും ആറ്റിലിറങ്ങി കുളിക്കുന്നൊരു സീനുണ്ടല്ലോ. നായികയുടെ പിറകിൽ 5ാമതായി കുളിക്കുന്നത് ഞാനാ. ഓ, ഇത് നിങ്ങളുടെ ഭാര്യയാണോ? ഭാര്യയല്ല, പക്ഷേ ഒരു പക്ഷേയില്ല. നടക്കണം. കോൺസ്റ്റബിൾ, ദേവിപ്രസാദിനെ കൊണ്ടുവരൂ. ഇവിടെ കൊടു. ഇവിടെ നിങ്ങളിവിടെ ഒപ്പിടും. ഇനി മേലാൽ ഇങ്ങനെയൊന്നും ഉണ്ടാകരുത്. ഇത്രയും നല്ല ഭാര്യ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? സാർ, ഞാൻ വെക്കോ. ടാക്സി വെയിറ്റ് ചെയ്യൂ. പ്രഭേ, സത്യമായിട്ട് മനസ്സറിയാത്ത കാര്യത്തിന് എന്നെ പോലീസ് പിടികൂടിയത്. പ്രഭേ, പ്ലീസ്. ആ ഡയറക്ടർ എന്ന് പറഞ്ഞവൻ രക്ഷപ്പെടാൻ വേണ്ടി അതിനെ കരുവാക്കിയതാണ്. എന്റെ മണ്ടക്കേട്ടമേ, ഇനി എങ്ങനെ ഞാൻ സത്യം വിശ്വസിപ്പിക്കും? പ്രഭേ, മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. നിർത്ത. നിങ്ങൾക്ക് ലജ്ജയില്ലേ മരിച്ചു വരെ പിടിച്ച് സത്യം ചെയ്യാൻ? നിങ്ങളുടെ സ്ഥിര ഇടമാണിത്. മതിയായി. നിങ്ങളുടെ ഭാര്യയെ ജീവിച്ചെനിക്ക് തൃപ്തിയായി. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വേണം കണ്ടോക്ക് കൊണ്ട കൊടുക്കാൻ. അയ്യോ പ്രഭേ, അതാ പോലീസുകാരൻ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അയ്യോ പോകരുത് പ്രഭേ. പ്രഭേ, നീ പോകരുത്. എന്നെ വിട്ട് നീ പോകരുത്. ദോ, നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനാണ് ഞാൻ നിരപരാധിയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിന്നാണ് മണ്ടയ്ക്കട്ട അമ്മച്ചിയാണ്. നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. പ്രഭേ, എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ജീവിതകാലത്ത് ഒരിക്കലും നീ എന്നെ വിട്ടുപിരിയരുത്. എനിക്കത് സഹിക്കാനാവില്ല. ഇല്ല രവിയേട്ട, ഇനി എന്ത് സംഭവിച്ചാലും രവിയേട്ടനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ടാക്സി അയച്ചിട്ട് വരട്ടെ. പോയിക്കോളൂ. ഒരു 10 രൂപ ഇങ്ങടുത്ത്. 25 രൂപയോ? അത് കൂടുതല. അതുകൊള്ളാം. ടാക്സി വിളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്താ പ്രഭേ? ഞങ്ങൾക്ക് 25 രൂപ ആണെന്ന്. മിസ്റ്റർ, ഇതുകൂടെ കൊല്ലുന്ന ചാർജാ. അപ്പോഴേ സാറേ, ഓശാരൊന്നുമല്ല, പെണ്ണ് കേസിന് പിടിച്ച സാറിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ചാർജാ. പ്രഭേ, രൂപ കൊടുത്തേക്ക്. നമ്മൾ എന്തിനാ ഇവരുമായി വഴക്കുണ്ടാക്കുന്നത്? നമുക്ക് അന്തസ്സൊക്കെ ഇല്ലേ? രൂപ കൊടുത്തേക്ക്. നടക്ക്.
എന്തിനാ ദിവ്യേട്ട വല്ല നോക്കോർത്ത് വിഷമിക്കുന്നത്? എല്ലാം എന്റെ സംഗീത ഭ്രാന്ത് കൊണ്ടാണ് സംഭവിച്ചത്. എന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ, എന്റെ സ്വപ്നം സഫലമാക്കാൻ ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. എന്റെ പാട്ട് കേൾക്കാൻ ജനങ്ങൾ കൊതിക്കുന്ന ഒരു കാലമുണ്ടാകും പ്രഭേ. ഇപ്പോ ചേട്ടന്റെ പാട്ട് കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു. സത്യമാണ്. സത്യം. ഞാൻ പാടും. എന്നാ ഞാൻ കേൾക്കും. ഞാനൊരു മലയാളി, പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. പടയാളി ഞാനൊരു മലയാളി, പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. പടയാളി ഞാനൊരു മലയാളി. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളെ സഹോദരന്മാർ നമ്മൾ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളെ സഹോദരന്മാർ നമ്മൾ. മർദ്ദിതരല്ലേ, പീഡിതരല്ലേ, നാമെല്ലാം ഒരു വർഗം. മർദ്ദിതരല്ലേ, പീഡിതരല്ലേ, നാമെല്ലാം ഒരു വർഗം. എവിടെ അനീതി അവിടെ പൊരുതാൻ, എവിടെ അനീതി അവിടെ പൊരുതാൻ. അണിയായി മുന്നോട്ട്, അണിയായി മുന്നോട്ട്. ഓ ഓ ഓ ഞാനൊരു മലയാളി, പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. പടയാളി ഞാനൊരു മലയാളി. മറുനാട്ടിൽ പോയി വിയർപ്പൊഴുക്കും മലനാട്ടിൻ പ്രിയമക്കൾ. മറുനാട്ടിൽ പോയി വിയർപ്പൊഴുക്കും മലനാട്ടിൻ പ്രിയമക്കൾ. സ്വർണം നേടി സുന്ദരമാക്കി സ്വരാജ്യമാകും സ്വർഗം. സ്വർണം നേടി സുന്ദരമാക്കി സ്വരാജ്യമാകും സ്വർഗം. ഇവിടെ അധർമ്മം തുടച്ചു നീക്കാൻ, ഇവിടെ അധർമ്മം തുടച്ചു നീക്കാൻ. അണയൂ മുന്നോട്ട്, അണയൂ മുന്നോട്ട്. ഓ ഓ ഓ ഞാനൊരു മലയാളി, പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. പടയാളി ഞാനൊരു മലയാളി. ഹായ് ചേച്ചി, എത്ര നാളെ ചേച്ചിയെ കണ്ടിട്ട്. ചേച്ചി കുറച്ച് നന്നായിട്ടുണ്ട്. ആ പാട്ട് സാറേ, സാറിന് എന്നെ മനസ്സിലായോ? ഞാൻ ആ പ്രഭ ചേച്ചിയുടെ ഇളയമ്മയുടെ മകൾ മാലതി. കളിയാക്കാതെ. ഞങ്ങളുടെ കല്യാണ ദിവസം കണ്ടതാണെങ്കിലും മാലതി ഞാൻ മറന്നിട്ടില്ല. അപ്പൊ ആശാൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? ചലിക്കതടി. അപ്പോഴേ എന്റെ എഴുത്ത് എന്ന് കിട്ടി സാറേ? ഇന്നലെ. അപ്പൊ മുതൽ പ്രഭ കാത്തിരിപ്പ. ഇല്ലെങ്കിലേ
വിവരം അറിയും. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പരമസുഖം. എപ്പോഴാ വരുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു. ഈ വയറും വലിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് കാത്തുകെട്ടി കിടക്കേണ്ടെന്ന് കരുതി തന്നെയാ കൃത്യസമയം അറിയിക്കാത്തത്. ആ, ഇന്ന് സാറിന്റെ നല്ലൊരു പാട്ട് കേൾക്കണം. പാടിയില്ലെങ്കിലേ വിവരം അറിയും. എന്റെ മാലതി, പാട്ടും കൂത്തും ഒക്കെ പിന്നെയാവാം. നീ പോയി കുളിച്ചിട്ട് വന്ന് കാപ്പ് കുടിക്കാൻ നോക്ക്. അത് പറ്റില്ല ചേച്ചി. കുളിയും ചെപ്പും ഒക്കെ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ടേ ഉള്ളൂ. എന്റെ അമ്മേ, തോറ്റു. ഇതിനൽപ്പം കുഴഞ്ഞ കേസാ. ഏയ്, ഈ ഒച്ചം ബഹളമൊക്കെ ഉള്ളൂ. ആള് പാവാ. പോട്ടെ. ഈശ്വര രക്ഷിക്കണേ. നിന്റെ ഈ പ്രകൃതം ഒന്നും ഇതേവരെ മാറിയില്ലേ? കെട്ടിക്കാൻ പ്രായമായ പെണ്ണാണ്. എന്നെ പിടിച്ചങ്ങ് കെട്ടിക്കണ്ടേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സൽബുദ്ധി മാത്രം എന്റെ അച്ഛനില്ല. ദേ, എന്റെ നാവ് കുറച്ച് നീളുന്നുണ്ട് കേട്ടോ. ആട്ടെ, നിന്റെ പ്രേമൊക്കെ ഉടൻ വരായി. ഓ, ഞാൻ അയാളെ അങ്ങ് തഴഞ്ഞു. അതെന്താ? ഓ, ഒരു മണുമണപ്പൻ. ആണിന്റെ ഒരു ഗുണവുമില്ല. പോരെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ഒരു ആദർശം പറച്ചില്. ഹോപ്പ്ലെസ് കേസ്. ആ, ഇനി പറ, എന്തൊക്കെയാണ് ഇവിടെ എന്റെ ഡ്യൂട്ടി? നിനക്കിവിടെ ഒരു ഡ്യൂട്ടി ഇല്ല. അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി ഇവിടെ. അത് പറ്റില്ല. ഇന്നു മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിലേ വിവരം അറിയും. ओ दुनिया के रखवाले, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले। ओ दुनिया के रखवाले, 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 रखवाले। അപ്പോഴേ പാട്ടുകാരൻ ചേട്ടാ, രാവിലെ തുടങ്ങിയതാണല്ലോ ഈ പരിപാടി. ഇനി ഇത് കുടിച്ചിട്ടാവട്ടെ. കുടിച്ചില്ലെങ്കിലേ വിവരം അറിയും. ആ, അത് പറ്റുമല്ല. ഈ സമയത്ത് വേണം വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ. ഒന്ന് പോടി. ആ, വാതറന്നു. വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം. നല്ലോണം വല്ലതും കഴിച്ചില്ലെങ്കിലേ ചക്കരക്കുട്ടം വയറ്റി കിടന്ന് ഇൻകുലാബ് വിളിക്കും. അപ്പോഴേ കൊച്ചിൻ്റെച്ചോ, സാറും പ്രവചിച്ച പോലെ ആയാലോ? കിളി കൊത്തുന്നത് പോലെ കിള്ളിപ്പറിച്ച് തിന്നാലൊന്നും പറ്റുകയില്ല കേട്ടോ. നന്നായി ഭക്ഷണം കഴിക്കണം. പടിയങ്ങ് പോരട്ടെ. കഴിക്കു ചേട്ടാ. എനിക്ക് മതിയായി. കഴിച്ചില്ലെങ്കിലേ വിവരം അറിയും. ഒരു വിവരം അറിയാനില്ല. എടാ, ഫിലിം ഡയറക്ടർ, നിന്റെ പണി ഇതാണോടാ? എന്റെ പൊന്നു സാറേ, എന്നെ തല്ലരുത്. സാറിന് വീട് ഇതാന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വഴി വെച്ച് വന്നു പോയതോ സാറ്? ഏതായാലും നീ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കാം, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, എന്റെ പൊന്നു സാറേ, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഞാൻ എന്റെ ഗതിയോടുകൊണ്ട് തുടങ്ങിയതാണ് ഈ തൊഴില്. ഞാനും സാറിനെ പോലെ നേമം കുഞ്ഞിരാമ്പാകരുടെ കീഴിൽ സംഗീത അഭ്യസ്തവനാ. 9 കൊല്ലം. നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ സ്വരോ അവസരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആരും പാടിപ്പിക്കാറില്ല സാർ. സാറെങ്കിൽ എന്റെ പാട്ടൊന്ന് കേൾക്കണം. അപ്പൊ ശരി, ഞാൻ നാളെ വരാം. അങ്ങനെ ആവട്ടെ. നാളെ രാത്രി വേണ്ട, പകൽ വന്നാൽ മതി. സാർ വേള ഇത് ഭദ്രമായിട്ട് പൂട്ടി വെക്കണം. ഇത് മരം മോഷ്ടിച്ചുകൊണ്ടു പറ്റും സാർ. Thank you.
എന്തായി കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ ഒരു കൂട്ടുകാരിയുടെ കുഞ്ഞ് കാർ അപകടത്തിൽപ്പെട്ടു. ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അല്ല, അത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിരപരാധിയാണ്. എന്താ രവിയേട്ട ഇങ്ങനെ? അല്ല, ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചു പോയി നിന്റെ വിഷമം കണ്ടിട്ട്. ഏയ് എന്താ ഇന്നിതെന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്നേ. അത് കൊള്ളാം. രവിയേട്ടന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? ഉണ്ട്, തീർച്ചയാണ്. എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. നിനക്ക് വെറുതെ തോന്നുന്നത്. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് കേട്ടോ. പറയൂ രവിയേട്ടാ, എന്താണ് കുഴപ്പം? എന്നോട് ഇപ്പൊ പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നീട് ഞാൻ അറിയുമ്പോ കൂടുതൽ കുഴപ്പമുണ്ടാവും. പറഞ്ഞേക്കാം. നിന്നോട് ഒന്നും ഞാൻ പറയും. പക്ഷേ അത് പറഞ്ഞാൽ നീ എന്തെങ്കിലും ബഹളമുണ്ടാക്കുമോ എന്ന് ഭയന്നാണ് ഞാൻ. രവിയേട്ടൻ എന്ത് എന്നോട് തുറന്നു പറയാം. പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ? ഇല്ല, എല്ലാം പൊറുക്കാനും സഹിക്കാനും എനിക്ക് കഴിയുമെന്ന് രവിയേട്ടൻ അറിയാമല്ലോ. പറയൂ. ഞാൻ പറയാം. പക്ഷേ മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയുമാണ്. ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണോ അല്ലയോ എന്ന് നീ കേട്ടിട്ട് പറ. കാര്യം പറയൂ രവിയേട്ട, പറയൂ രവിയേട്ട. ഞാൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മാലതി ബാത്റൂം പ്രഭു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രവിക്ക് കുട്ടിയെ കാണാൻ ആഗ്രഹമില്ലേ? എനിക്കറിയില്ല അമ്മന. ബാബുമോന് അച്ഛനെ കാണണമെന്ന് പറയാറില്ലേ? ഇല്ല. അയാളെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാനവനെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ പേടിച്ച് അവനിപ്പോൾ അക്കാര്യം ചോദിക്കാറേ ഇല്ല. പ്രഭേ, ഞാനിങ്ങോട്ട് ട്രാൻസ്ഫർ ആയെന്ന് കേട്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ഞാനാണ്. പക്ഷേ അവനെ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. പക്ഷേ ആഗ്രഹിച്ചൊന്നുമല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്റെ ഒരു അമ്മാവന്റെ മകനുണ്ട്, തടരാജൻ. ചെറുപ്പത്തിലെ നാടുവിട്ട അവൻ ഈടെ തിരിച്ചെത്തി. അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ ട്രാൻസ്ഫറിന് എഴുതി കൊടുത്തത്. കിട്ടിയത് ഇവിടെയും. അയാൾ ഞാൻ എന്തിനു ശല്യപ്പെടുത്തുന്നു? എനിക്കറിയില്ല. അയാൾക്ക് എന്നെ വേണം. എനിക്ക് അയാളെ പേടിയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവൻ, സാഡിസ്റ്റ്. ചെറുപ്പത്തിൽ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നതായിരുന്നു
അവന്റെ ഹോബി ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രാക്ഷസൻ. ഏതായാലും ഇനി അയാളെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പടച്ചവനാണ് നിന്നെ ഇവിടെ എത്തിച്ചത്, നിങ്ങളെ ഒന്നാക്കാനായിട്ട്. അതിനുവേണ്ടി ഞാൻ ഇന്നും ഭീമാപ്പള്ളി ബീവിയോട് ദുആ ചെയ്യാറുണ്ട്. എന്ത് തോന്നി ഇങ്ങോട്ടൊക്കെ കിടക്കാൻ? സമയം ഉണ്ടായിട്ട് വന്നതല്ല. പ്രഭയ്ക്ക് ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോ താമസ സൗകര്യങ്ങളൊക്കെ ശരിപ്പെടുത്തണമല്ലോ, അതിനു വേണ്ടി വന്നതാ. ആ ഈ വയസ്സുകാലത്തും അവളുടെ കാര്യം നോക്കാൻ ഞാൻ തന്നെ വേണം. 3-4 വയസ്സായൊരു മോനെയും കൊണ്ട് അവൾ എങ്ങനെയാ ഹോസ്റ്റലിൽ താമസിക്കുക? ഭാഗ്യത്തിന് ആശുപത്രിക്ക് അടുത്തൊരു വീട് കിട്ടി. ആ ഗൾഫുകാരന്റെ ഭാര്യ ആമിന സിസ്റ്റർ, അവരുടെ കൂടെ ആ പ്രഭയും ബാബുമോനും താമസം. സ്വന്തം വീട് ഇവിടെ ഉള്ളപ്പോൾ വാടക വീട് അന്വേഷിച്ച് അലയേണ്ടി വരിക. ആ എല്ലാം ആ പാവം പ്രഭയുടെ തലയിലെഴുത്ത്. തനിക്ക് മോനെ കാണണ്ടേ? നിങ്ങൾ രണ്ടുപേരും ഈ പിടിവാശി കളഞ്ഞില്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ കാര്യം വലിയ കഷ്ടത്തിലാവും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പ്രഭ വിളിക്കുന്നത് കേട്ട് ശങ്കുച്ചിറ്റപ്പാന്ന ബാബുമോനും വിളിക്കുന്നു. തനിക്ക് അവളെ വിളിച്ചോണ്ടെന്നൂടെ? ശങ്കുച്ചിറ്റപ്പൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷമൊന്നുമില്ല. അവനവന്റെ വീട്ടിലെ സുഖം അന്വേഷിക്കാത്തവനാ മറ്റുള്ളവരുടെ വിശേഷം അന്വേഷിക്കുന്നു. ഇവളുടെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. എങ്ങനെയുണ്ട് ചികിത്സയൊക്കെ? ഹോസ്പിറ്റലിൽ ഒരു പുതിയ ENT സ്പെഷ്യലിസ്റ്റ് വന്നിട്ട് ആ അവളുടെ പേരുടെ ഡോക്ടറാ. ചികിത്സിച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. ചിറ്റപ്പന്റെ ട്യൂഷനൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ അങ്ങ് നിർത്തി. ഇപ്പൊ മുക്കിനല്ലേ പാരലൽ കോളേജും ട്യൂട്ടോറിയൽ കോളേജും ചപ്പും ചവറും ഒക്കെ. ഇപ്പൊ പോസ്റ്റൽ ട്യൂഷന്. ഹോസ്റ്റൽ ട്യൂഷനോ? അതെ, 6 മാസം കൊണ്ട് ഏത് വിഷയവും തപാലിൽ പഠിപ്പിക്കാം. ഇപ്പൊ തന്നെ യോഗാഭ്യാസം, മാജിക്, ഡാൻസ്, കഥകളി, ഇതെല്ലാം ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കൊള്ളാം. യോഗാഭ്യാസവും കഥകളിയും ഒക്കെ തപാൽ വഴി പഠിപ്പിക്കുകയോ? ഞാൻ ഈ ട്യൂട്ടോറിയൽ ട്യൂഷൻ നിർത്തിയിട്ട് ഇത് തുടങ്ങാൻ കാരണം, ഒന്നാമത് ഈ തല്ലിപ്പൊളി പിള്ളേരുടെ മുമ്പിൽ പോയി തൊണ്ട കയറണ്ട, രണ്ടാമത് അവരുടെ തന്തയ്ക്ക് വിളി കേൾക്കണ്ട. ആഴ്ചയിൽ ഒരിക്കൽ പാഠഭാഗങ്ങൾ എഴുതി പോസ്റ്റിൽ അയച്ചാൽ മതി. പരമസുഖം. നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം. ഏതായാലും ശങ്കുച്ചിറ്റമ്മന്റെ പരിപാടി കൊള്ളാം. ഇപ്പോ ഞാൻ മറ്റൊരു കോഴ്സിനും കൂടെ പ്ലാൻ ഇട്ടിരിക്കുക. അതെന്താ? നീന്തൽ. ചിറ്റപ്പൻ കുറെ കാശുണ്ടാക്കുന്ന ലക്ഷണമുണ്ടല്ലോ. എന്റെ രവി, കള്ളനോട്ട് അഴിയേക്കാൾ ലാഭകരമായ ബിസിനസ് ആയെന്നറിയാമോ ട്യൂട്ടോറിയൽ കോളേജ്? അതിനേക്കാൾ ലാഭകരമാണ് പോസ്റ്റൽ ട്യൂഷൻ. ഏതായാലും നല്ല കണ്ടുപിടുത്തം തന്നെ. ഇത് കണ്ടുപിടുത്തൊന്നുമല്ല. ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഞാൻ പോസ്റ്റലിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കോപ്പികൾ എടുത്ത് വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ചെയ്യാം. വേറൊരു ഗുമസ്തന്റെ പണി. ആ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ചെന്നിട്ടൊരു 100 കൂട്ടം ജോലിയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. അല്ല, ചായ കുടിച്ചില്ലല്ലോ. ഞാനേ ഒരു ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ചായയും കാപ്പിയും വർജിക്കണമെന്നാണ് വൈദ്യരുടെ ഉപദേശം. ഞാൻ വരട്ടെ മോളെ, ഞാൻ ഇറങ്ങുന്നു. എത്ര തന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും. മറ്റൊരു തരത്തിൽ ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കുന്നവളല്ലേ ഞാനും. പക്ഷെ ആമിന അത് നിങ്ങളെപ്പോലെ പിണങ്ങിയിട്ടല്ല, സ്വന്തം ജീവനേക്കാൾ കൂടുതൽ ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. എണ്ണപ്പണത്തിന്റെ നാട്ടിൽ എരിപൊരി വെയിലത്ത് എന്റെ കെട്ടിയവൻ വിയർപ്പൊഴുക്കുന്ന എന്തിനാണെന്നോ? എന്റെ സുഖത്തിന്, എന്റെ സന്തോഷത്തിന്. ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന വേദന മറ്റാരേക്കാൾ നന്നായി എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഞാൻ കൊതിക്കുന്നത്. നിന്റെ ഭർത്താവ് ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ, അത് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ചെയ്തു. എന്നെപ്പോലും മറന്ന് ഞാൻ സ്നേഹിച്ച ആ മനുഷ്യൻ ഞാനില്ലാത്ത നേരത്ത് മറ്റൊരു പെണ്ണിനെ, അത് നിന്റെ കുഴപ്പം കൊണ്ടുകൂടിയാണ്. ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? മാലതി പോലെ ഒരു തെറിച്ച പെണ്ണിനെ നീ കണ്ണുടച്ച് വിശ്വസിച്ചെന്തിനാ? അതുകൊണ്ടാ കുഴപ്പമെല്ലാം പറ്റിയത്. എന്തായാലും നടന്നു. പ്രഭേ, പുരുഷനെ കീഴടക്കേണ്ടത് പിടിവാശി കൊണ്ടല്ല, സ്നേഹം കൊണ്ട് തന്നെയാണ്. കുറെയൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ പെണ്ണുങ്ങളുടെ കടമയാണ്. എന്തൊക്കെ ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. വയ്യ, ഇനി അയാളോടൊത്ത് ജീവിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെയാണെങ്കിൽ നീ പാഴാക്കുന്നത് ബാബുമോന്റെ ജീവിതം കൂടിയാണ്. എന്റെ മോനെ ഞാൻ വളർത്തും. എത്ര കഷ്ടപ്പെട്ടാലും അവന് പഠിപ്പിച്ച് വലിയ ആളാക്കും. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ നിനക്ക് സിന്ധുവിനോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ?
സിന്ധുമോളോടും ഗോപനോടും എനിക്കിന്ന് സ്നേഹമേ ഉള്ളൂ. പക്ഷെ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ എന്തുകൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. പ്രഭേ, തുറന്നു ചോദിക്കുകയാണ്, നീ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അമ്മനെ, ഒരിക്കലും ഞാൻ അതേക്കുറിച്ച് ഓർമ്മിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പൊ നിന്റെ ഉള്ളിൽ ഇപ്പോഴും രവിയോട് സ്നേഹമുണ്ടല്ലേ? ആ പ്രഭേ, ബാബുമോന് നഴ്സറി അഡ്മിഷന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സിന്ധുമോളെ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. എന്നോടൊന്നും തോന്നരുതേ. സിന്ധുമോളെ സ്നേഹിക്കാനേ എനിക്ക് കഴിയൂ. വരൂ, അവിടെ ഇരിക്കൂ. ആരാ? സിന്ധുമോളെ, നീ എന്തിനാണ് ഈ പാവത്തിനെ അടിച്ചത്? കണ്ണു കാണാൻ പാടില്ലെത്തി പാവം നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ക്ഷമിക്കൂ ബാലേന്ദ്ര, സിന്ധു തെറ്റിദ്ധരിച്ച് ചെയ്തു പോയതാണ്. എന്റെ ഒരു അടുത്ത ബന്ധുവാണ്. അവൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. സിന്ധുവിന് വേണ്ടി ഞാൻ ബാലേന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നു. സാരമില്ല പ്രഭ സിസ്റ്റർ, എനിക്കതിൽ വേദനയൊന്നുമില്ല. സിന്ധുമോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിൽ പോയിക്കോ. മുടങ്ങാതെ വരണം. സിന്ധുവിന്റെ വീട് എവിടെയാ? എന്താ സിന്ധു കാറിൽ? പ്രഭ സിസ്റ്റർ പറഞ്ഞയച്ചതാ. സിന്ധുവിന്റെ ആരാ? ജ്യേഷ്ഠൻ. പേര്? രവിപ്രസാദ്. എന്റെ പേര് ബാലേന്ദ്രൻ. കാഴ്ചശക്തി ഇല്ല, ഞാൻ ചികിത്സയിലാണ്. ബാലേന്ദ്രൻ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ മംഗലത്ത് വീട്ടിലെയാ. രാമകൃഷ്ണ മുതലാളിയുടെ മകൻ. ഓ, അത് ശരി. എനിക്ക് ദിവസവും ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. എന്നെങ്കിലും കാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോ നിങ്ങളെല്ലാം നേരിൽ കാണാമല്ലോ. വിരോധമില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ സിന്ധുവിനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നും രാവിലെ 9 മണിക്ക് ഞാൻ വരാം. പ്രഭ സിസ്റ്റർ പറഞ്ഞിട്ടാ. അമ്മേ, അവനെന്റെ അഡ്രസ് കണ്ടുപിടിച്ചു. നടരാജൻ, എന്റെ അമ്മാവന്റെ മകൻ. ആഹാ, ജോലി എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? എന്നൊക്കെയല്ലേ ഇതിലുള്ളൂ. നീ പറയുന്ന മാതിരി ഒന്നും ഇതിലില്ലല്ലോ. വേണ്ട, ആമിനെ നിനക്കറിയില്ല. എനിക്ക് പേടിയാകുന്നു. നീ ഇത്ര ഭീരുവായാലെങ്ങനെയാ? ഞാനുണ്ടല്ലോ നിന്റെ കൂടെ. പിന്നെ കുറച്ച് അകലെയാണെങ്കിലും നിന്റെ കെട്ടിയവന് വിടില്ലേ? ധൈര്യമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനാണവൻ. നിനക്കൊരു കുഴപ്പവും ഭീമാപ്പള്ളി ബീവി വരുത്തൂല. ബാബുമോൻ തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ? ഡ്രൈവർ, വണ്ടി ബീച്ചിലേക്ക് വിടും. സിന്ധു, എന്നെ ഒന്ന് കടൽ തീരത്തേക്ക് കൊണ്ടുപോകാം. ഇതല്പം അതിര് കടന്ന് കൈയായിപ്പോയെന്ന് എനിക്കറിയാം. ഇതുവരെ കൂട്ടില്ലാതിരുന്നവനാണ് ഞാൻ. ഒറ്റപ്പെട്ടവനെന്നൊരു തോന്നലായിരുന്നു. ഇപ്പോ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. തിരമാലകളോടൊത്ത് കളിക്കുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്
ഉദയാസ്തമയങ്ങളും നിലാവും നക്ഷത്രങ്ങളും മഴവില്ലും. സിന്ധു, എന്തെന്ത് സൗന്ദര്യങ്ങളാണ് ഈ ഭൂമിയിൽ. സിന്ധുവിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ സിന്ധുവിന്റെ കണ്ണുകളിലൂടെ ഈ പ്രകൃതി സൗന്ദര്യം മുഴുവൻ ഞാൻ ആസ്വദിക്കുമായിരുന്നു. പക്ഷെ മറ്റൊന്നും കണ്ടില്ലെങ്കിലും സിന്ധുവിനെ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. സിന്ധുവിനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ വെറുക്കരുത്, എന്നോടൊന്നും തോന്നുകയും വരുത്. എനിക്ക് സിന്ധുവിന് ഇഷ്ടമാണ്. സിന്ധുവിന് എന്നെ ഇഷ്ടമാണ്. ആണെങ്കിൽ ഈ കയ്യിലൊന്ന് തൊടും. മോനെ, അമ്മ, മോനെ. കൊള്ളാവോ മോനെ? അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ അമ്മ മോനൊരു നല്ല സമ്മാനം വാങ്ങിച്ചു തരും കേട്ടോ. എനിക്കറിയാമല്ലോ. എന്നാണതെന്താ? എനിക്ക് അമ്മ എനിക്ക് ഒരു അനിയത്തി തരാമോ? വസന്തനും സുരേഷിനും ജോണിക്കും ഒക്കെ അനിയത്തിമാരുണ്ട്, എനിക്ക് മാത്രമല്ലല്ലോ. അടുത്ത മാസം അമ്മ എനിക്കൊരു അനിയത്തിയെ തരാമോ? പോടാ. ഞാൻ അന്നേ പറഞ്ഞതാ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. ഇത് റോസാപ്പൂവല്ലേ? ജമന്തിപ്പൂ. ഇത് മുല്ലപ്പൂ. എന്ത് നല്ല മണമാണല്ലേ മുല്ലപ്പൂവിന്. എനിക്ക് പൂക്കൾ എന്ത് ഇഷ്ടമാണെന്ന്. നല്ല ഭംഗിയാണല്ലേ പൂക്കളെ കാണാൻ. സിന്ധു ഭാഗ്യവതിയാണ്. സിന്ധുവിന് എല്ലാം കാണാമല്ലോ. എന്റെ മുമ്പിൽ വെറും ഇരുട്ട് മാത്രം. ആ ഇരുട്ടിനപ്പുറത്തുള്ള എന്റെ സിന്ധുവിനെ ഒന്ന് കാണാൻ ഒരു കണ്ണെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ. ഡാഡിയുടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? ഡാഡിയുടെ ഒരു ഫോട്ടോ അമ്മയൊന്നും ഉറങ്ങാൻ നേരത്തെ എടുത്തു നോക്കും. മൈക്ക് പിടിച്ചിരിക്കുന്ന ഫോട്ടോ. ഓ, അത് ഡാഡി ഗാനമേളയ്ക്ക് പാടിയപ്പെടുത്ത ഫോട്ടോയാണ്. അന്ന് ഡാഡിക്ക് പാടാൻ കഴിഞ്ഞില്ല, ഭയങ്കര ചുമയായിരുന്നു. ഡാഡി, ഞാൻ ഇവിടെ വന്നത് അമ്മ അറിയാൻ പാടില്ല കേട്ടോ. ഇല്ല മോൻ, ഡാഡി പറയില്ല. എന്തിനാ ഡാഡി ഈ മണി? ഇത് മോന്റെ സിന്ധു ആന്റിക്ക് ഡാഡിയെ വിളിക്കാൻ. ആന്റിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഡാഡിയെ വിളിക്കാൻ ഇങ്ങനെ അടിക്കോ? ആ, ആന്റി 1 മണി അടിച്ചാൽ പതുക്കെ ചെല്ലണം. 2 മണി അടിച്ചാൽ മോൻ ഓടിച്ചെല്ലണം. 3 മണി അടിച്ചാലോ? അടിക്കേണ്ടി വരില്ല മോനെ, അതിനുമ്പേ ഡാഡി ഓടിയെത്തൂല്ലേ.
സിന്ധു സിന്ധു നല്ല ഐശ്വര്യമുള്ള കുട്ടി, നല്ല കുടുംബവും. മോനെ, കാഴ്ചയില്ലെങ്കിലും നിന്റെ കണ്ടുപിടുത്ത അസലായി. മോളെ, അച്ഛനും മകനുമാണെങ്കിലും ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളെ പോലെ അല്ല, സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ലടാ മോനെ? യെസ് മൈ ഡിയർ ഫ്രണ്ട്. ഓടാ അവിടുന്ന്. അച്ഛാ, സിന്ധു താമസിയാതെ സംസാരിക്കും. സംസാരിച്ചാലും ഇല്ലെങ്കിലും ഇവള് തന്നെയാ എന്റെ മരുമകള്. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരായി ഈ അച്ഛന് മറ്റൊന്നുമില്ല. ഇന്നീ കാണുന്നതെല്ലാം ഞാൻ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് ഇവന് വേണ്ടി മാത്രമാണ് മോളെ. ആ, ഉടനെ തന്നെ രവിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ബാലേന്ദ്ര, സിന്ധുവിനെ കാത്തു നിൽക്കുകയാണോ? ഓ പ്രഭ സിസ്റ്റർ, സിന്ധു ഇപ്പൊ വരും. ഞാൻ വരട്ടെ? സിസ്റ്റർ, ഒരു നിമിഷം. ഞാനും സിന്ധുവുമായുള്ള വിവാഹം നിശ്ചയിച്ചു. അറിഞ്ഞു. സിന്ധു ഭാഗ്യവതിയാണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. എന്താ സിസ്റ്റർ എന്നെ പോലെ സംസാരിക്കുന്നത്? ഞാൻ രവിയേട്ടനുമായി കണ്ടിരുന്നു. പാവൻ രവിയേട്ടൻ. ഏകാന്തത ആ മനുഷ്യനെ തളർത്തുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ സിസ്റ്റർക്ക് മാത്രമേ കഴിയൂ. സത്യം പറയൂ, സിസ്റ്റർക്ക് അനുഭവപ്പെടുന്നില്ലേ? സിസ്റ്റർ എന്താണ് ഒന്നും മിണ്ടാത്തത്? എല്ലാം എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്നേക്കാൾ ഉപരി സിന്ധു. ഞാൻ വാർഡിലേക്ക് പോകുന്നു. എന്താ പ്രഭേ? അയാൾ ഇങ്ങോട്ട് വരുന്നു. ആര്? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ അമ്മാവന്റെ മകൻ. ഓ, നടരാജനോ? അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്റെ വിവാഹബന്ധം ഏർപ്പെടുത്താൻ. അതിനായി രവിയേട്ടനെ കണ്ട് സംസാരിക്കാൻ. അത് നീ കൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അതെ, ഞങ്ങളുടെ ബന്ധം ഏർപ്പെടുത്തിയാൽ ഞാൻ അയാളെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. പ്രഭേ, നീ എന്തായി പറയുന്നത്? നിനക്ക് ഭ്രാന്താണോ? എന്റെ മോന്റെ ജീവന് വേണ്ടി ഞാനിത് സമ്മതിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പറയൂ പ്രഭേ, എന്തുണ്ടായി? അപ്പോ നിന്റെ പാർട്ടിക്കാരൻ ഇപ്പൊ തീരെ വരാറില്ല? ഇല്ല. അവൻ പോട്ടെ, ഇനി നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ഇവനെ വല്ല അനാഥാലയത്തിനും ചേർക്കാം. എന്തു പറഞ്ഞു? എന്റെ ജീവിതം തന്നെ എന്റെ കുഞ്ഞിന് വേണ്ടിയാണ്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. കണക്ക് പുറത്ത്. അപ്പോ കുഞ്ഞിനോട് അത്ര സ്നേഹമാണല്ലോ. ഓഹോ, നിനക്കിവനോട് അത്ര സ്നേഹമാണല്ലേ? ദൈവത്തെ ഓർത്ത് എന്റെ മോനെ ഒന്നും ചെയ്യരുത്. എങ്കിൽ ഞാനുമായുള്ള വിവാഹത്തിന് നീ സമ്മതിക്കണം. അല്ലെങ്കിൽ ഈ ചുറ്റിയെ കൊണ്ട് ഞാൻ ഇവന്റെ കുരുന്ന് തലയോട് അടിച്ച് തകർക്കും. അയ്യോ വേണ്ട, ഞാൻ സമ്മതിക്കാം.
താലി കെട്ടിയൊരു മനുഷ്യനുണ്ട്. അത് സാരമില്ല, ഞാൻ ശരിയായിക്കോളാം. വരട്ടെ. ഒരാഴ്ചക്കുള്ളിൽ മറുപടി അയച്ചില്ലെങ്കിൽ അവനിങ്ങോട്ട് വരും. നീ എന്ത് തീരുമാനിച്ചു? എനിക്കൊന്നും അറിയില്ല അമിനി. പോലീസ് സ്റ്റേഷനല്ലേ? പോലീസ് സ്റ്റേഷൻ. എടോ, താനെന്താ വലിയ റൗഡിയാന്നാണോ ഭാവം? ഈ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇതിന്റെയൊക്കെ പണം തരാ തന്നെ ഞാൻ വിടൂല്ല. എടോ, സത്യം കൊണ്ടോ? സത്യം വരാനാ പറഞ്ഞ്. ഞാൻ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്.
ഗോപേട്ടന്റെ മറുപടി ഒന്ന് വേഗം വരാൻ പ്രാർത്ഥിക്കും. പുള്ളിക്കാരന്റെ സാങ്ഷൻ കൂടി കിട്ടിയിട്ട് വേണ്ടേ മുഹൂർത്തം നിശ്ചയിക്കാൻ. തികഞ്ഞ സമ്പത്തിന് നടുവിൽ നിറഞ്ഞ ദുഃഖവും വേറെ ജീവിക്കായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പോൾ എന്നേക്കാൾ ഭാഗ്യവാനായി മറ്റാരുമില്ലെന്ന് തോന്നിപ്പോകുന്നു. സിന്ധു, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നുണ്ട്. സിന്ധുവിന് ഇഷ്ടപ്പെട്ട നിറമേതാണ്? ചുവപ്പ് ഇഷ്ടമാണോ? അച്ഛൻ പറഞ്ഞു നമ്മുടെ വിവാഹത്തിന് നിറയെ കസവുള്ള ചുവന്ന സാരിയാണ് വാങ്ങാൻ പോകുന്നത്. അത് സിന്ധുവിന് ഇഷ്ടമാണ്. എന്തിനാണ് കരയുന്നത്? എന്റെ പൊന്നു മോനിൽ എന്തിനാ കരയുന്നത്? എനിക്ക് കരിമ്പ് വേണം. അത്രേ ഉള്ളൂ. ഡാഡി ഇതാ ഇപ്പം പോയി വാങ്ങിച്ചോണ്ട് വരാം. ഇതാ കരിമ്പ്. ഇനി എന്തിനാ കരയുന്നത്? ഇതാണ് കരിമ്പ്. ഇവിടെ കരിമ്പ് വേണം പറഞ്ഞ് കരിമ്പ് കൊടുത്തു. ഇനി എന്തിനാ കരയുന്നത്? ഓ, രണ്ടാക്കി തരണം. ഇതാ രണ്ടാക്കിയിരിക്കുന്നു. ഇനി മോൻ കരയണ്ട. എടാ രണ്ടാക്കി തരാൻ പറഞ്ഞു, രണ്ടാക്കി തന്നു. അതങ്ങ് പറഞ്ഞാൽ പോരെ. അതിന് കരയണോ? നാലാക്കാൻ പറഞ്ഞു, നാലാക്കി തന്നു. പിന്നെ എന്തിനാ കരയുന്നത്? രണ്ടായിട്ട് വെട്ടിക്കളയും ഞാൻ പറഞ്ഞേക്കാം. നിർത്താം. ചേടാ, കരിമ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, കരിമ്പ് കൊണ്ടുവന്നു. രണ്ടാക്കാൻ പറഞ്ഞു, രണ്ടാക്കി. വീണ്ടും രണ്ടാക്കാൻ പറഞ്ഞു, അതിനെ നാലാക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? പറയടാ.
കുത്തിയൻ. ഒന്നാക്കിത്താ. അയ്യോ, ഡാഡി, അമ്മേ, ഡാഡി പാട്ട് പാടുന്ന പടമല്ലേ? ഡാഡിക്കന്ന് നല്ല ചമയായിരുന്നു. മോനെ, അത് മോനെങ്ങനെ അറിയാം? പറഞ്ഞതല്ലോ. പറയൂ മോനെ, പറയൂ മോനെ, എങ്ങനെ അറിയാന്നാ ചോദിച്ചത്? പറഞ്ഞാമ്മ തല്ലോ? ഇല്ല, ഞാൻ പറയത്തില്ല. അമ്മയുടെ പൊന്നു മോനല്ലേ, അമ്മയുടെ മോന് സ്നേഹമില്ലേ? പറ മോനെ. പറഞ്ഞമ്മ ദേഷ്യപ്പെടോ? ഇല്ല, പറ മോനെ. അത് ഞാന് പിന്നെ ഇത് രവിപ്രസാദിന്റെ വീട് തന്നെയല്ലേ? പൂ കൊള്ളാമല്ലോ.
പോയി നോക്കിയിട്ട് വാ. 1 മണിയല്ലേ കേട്ടത്? ഞാനപ്പോ പതുക്കെ പോയാ മതില്ലേ? പോയിട്ട് വാ. മോനെ, നിനക്ക് കാണാമോ മോനെ? കാണാമോ? കാണാം അച്ഛ. എല്ലാം അച്ഛൻ, ഡോക്ടർ, എല്ലാം. ഡോക്ടർ, എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. സിന്ധു എവിടെ അച്ഛൻ? അവൾ വന്നില്ലേ? അച്ഛ, സിന്ധു എവിടെ? എനിക്ക് അവളെ കണ്ണു നിറയെ ഒന്ന് കാണണം. എവിടെ? അതാണ് മോനെ സിന്ധു. ആ കണ്ണുകൾ കൊണ്ടാണ് നീ കാണുന്നത്. ഇതേ പ്രതി തന്നെയാണ് കണ്ണൂരിലുള്ള ചന്ദ്രമോഹനെയും ചേർത്തലയിലെ ഗിരീഷിനെയും കൊന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോയി എന്നൊരു കോളേജ് വിദ്യാർത്ഥിയെ സിനിമാ തിയേറ്ററിൽ നിന്നും ലോഡ്ജിൽ കൂട്ടിക്കൊണ്ടുപോയി ചുറ്റിയേക്ക് അടിച്ചു കൊന്നതും ഇവൻ തന്നെയാണ്. ചുറ്റി കൊണ്ട് അടിച്ചുകൊല്ലുക എന്നതാണ് പ്രതിയുടെ മോഡസ് ഓപ്പറandi. അവന്റെ ഇരകളിൽ നിന്നും ആരും ഇതേവരെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ഇതുവരെ കിട്ടിയ തെളിവുകൾ വെച്ച് പ്രതിയുടെ ഏകദേശ രൂപം ഞാനിപ്പോ കാണിക്കാം. നോക്കൂ. ഇൻസ്പെക്ടർ, എന്ത് ത്യാഗം സഹിച്ചും ഇവനെ ഞാൻ കണ്ടുപിടിക്കും. എന്റെ പൊന്നു പെങ്ങളെ കൊന്ന ഈ ദുഷ്ടനെ കണ്ടുപിടിക്കാതെ ഇനി ഞാൻ അടങ്ങില്ല. മിസ്റ്റർ രവിപ്രസാദ്, ഗവൺമെന്റ് തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഭീകരനായ കൊലയാളിയാണിവൻ. ഇവനെ പിടികൂടാൻ സഹായിച്ചാൽ അത് ഈ ഡിപ്പാർട്ട്മെന്റിനോടും അതിലുപരി ഈ നാട്ടിലെ ജനങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. സാർ, ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ആ മനുഷ്യമൃഗത്തെ ഞങ്ങൾ പിടിക്കും, തീർച്ച. ഒരു കാര്യം കൂടി. സിന്ധു കൊല ചെയ്യപ്പെട്ടതിന് ഏക ദൃക്സാക്ഷി കുട്ടി മാത്രമാണ്. ആ കുട്ടിക്ക് അടുത്തറിയാവുന്ന ആരോ ഒരാളാണ് സിന്ധുവിനെ കൊന്നതെന്ന് ഞങ്ങളുടെ ബലമായ സംശയം. പെട്ടെന്നുണ്ടായ ഷോക്കിൽ കുട്ടിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രതിയെക്കുറിച്ച് യാതൊന്നും അറിയാൻ ഇപ്പോൾ സാധ്യമല്ല. ഏതായാലും സൂക്ഷിക്കുക, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവനായിരിക്കും ആപത്ത് സംഭവിക്കുക. താങ്ക് യു ഇൻസ്പെക്ടർ.
ഇതാണ് ഞാൻ പറഞ്ഞ ബാലചന്ദ്രൻ. ഓ, ഞാൻ സിന്ധുവിന്റെ കൊച്ചേട്ടനാണ്. ഗോപൻ. അതെ. എന്റെ പൊന്നു പെങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ബാലചന്ദ്രന് ഞങ്ങളെയൊക്കെ കാണാമോ? എനിക്കെല്ലാം കാണാം. എത്രയും വേഗം എന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാൻ ഞാൻ കൊതിച്ചത് എന്റെ സിന്ധുവിനെ ഒന്ന് കാണാനായിരുന്നു. പക്ഷേ ഇനി എന്തിന്റെ കേട്ടായി കണ്ണുകൾ? ഇല്ല, സിന്ധു മോളുടെ കണ്ണുകളെങ്കിലും ഇനി ഞങ്ങൾക്ക് കാണാമല്ലോ. മരിച്ചു കിടക്കുമ്പോഴും എന്റെ കുഞ്ഞു പെങ്ങളുടെ കണ്ണുകൾ തുറന്നു തന്നെയിരുന്നു. ബാലചന്ദ്രൻ വരുന്നുണ്ടോ എന്ന് എന്റെ പെങ്ങൾ ഉറ്റുനോക്കിയതായിരിക്കാം. എന്റെ സിന്ധുമോൾ നകന്നു കഴിയുമ്പോഴും ഓരോ നിമിഷവും അവളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഓർത്തിരുന്നത്. എന്റെ സിന്ധുമോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ കളങ്കമെന്തെന്നറിയാത്ത ഞങ്ങളുടെ പൊന്നുപെങ്ങളെ കൊന്നവൻ ആരായിരുന്നാലും ശരി, അവനെ ഞങ്ങൾ കണ്ടുപിടിക്കും. മോനെ, മോനെ, എന്തെങ്കിലും പറ. ഞങ്ങളുടെ മുമ്പിണ്ടില്ലേ? പറ മോനെ. മോന് മരുന്ന് കഴിക്കാൻ സമയമായി. അമ്മ കൊണ്ടും തരാം. ഇപ്പൊ വരാം. ചേച്ചിയില്ലേ? ഇല്ല. നിങ്ങൾ ആരാ? എന്റെ പേര് ഗോപൻ. ആഹാ, മനസ്സിലായി. ആമൻ സിസ്റ്റർ അല്ലേ? അതെ. പ്രഭ ബാബുവിനെയും കൂട്ടി നാട്ടിലേക്ക് പോയല്ലോ. എപ്പോഴാ പോയത്? രാവിലെ 9-നുള്ള വണ്ടിക്ക്. ആ, ഗോപൻ ഇരിക്കൂ. ഇല്ല സിസ്റ്റർ, എനിക്ക് ഉടനെ അവരെ കാണണം. ബാബുമോന്റെ ജീവൻ അപകടത്തിലാണ്. പടച്ചോനെ. ഇല്ല ഗോപ, ഭീമാപ്പള്ളി ബീവിക്ക് ശക്തി ഉണ്ടെങ്കിൽ ബാബുവിന് ഒരു അപകടം ഉണ്ടാവില്ല. സിസ്റ്റർ, മോനെ, മോനെ, ബാബുനെ, മോനെ, മോനെ, ബാബുനെ, മോനെ, ബാബു, മോനെ, ബാബു, മോനെ, ബാബു, മോനെ. എന്താ ചേട്ടത്തി? ബാബു മോനെ കാണുന്നില്ല. വരാന്തയിൽ ഇരുത്തിട്ട് മരുന്നെടുത്തോണ്ട് വന്നപ്പോഴേക്കും മോനെ കാണുന്നില്ല. ചേട്ടത്തി വിഷമിക്കാതെ, ഞാൻ അവനെ കണ്ടുപിടിച്ചോണ്ട് വരാം. ഗോപാ, ചേട്ടത്തി വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാനല്ലേ പറയുന്നത്.
നീ സമാധാനമായിട്ടിരിക്കും. ഞാൻ ഒന്നുകൂടെ പോയി അന്വേഷിച്ചിട്ട് വരാം. ഇവനെ എവിടെ നിന്ന് കിട്ടി? ആ കാടിന്റെ അടുത്ത് മയങ്ങിക്കിടക്കായിരുന്നു. നീ എവിടെ പോയിട്ടാ മോനെ? വളരെ നന്ദി. മോളെ, ദേ ബാബു വന്നു. നമസ്കാരം. നമസ്തേ. അല്ല, നമ്മുടെ പഴയ ഫിലിം ഡയറക്ടർ അല്ലേ? ഞാനിപ്പോ അതെല്ലാം നിർത്തി. ഇപ്പം സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. നാം ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾ നമ്മൾ സേവിക്കുക. സാറിന്റെ പെങ്ങൾ കൊല്ലപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞു. അതിന്റെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. റിപ്പറെ പിടിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നീങ്ങി കഴിഞ്ഞു. ഞാൻ ഇടപെട്ടത് കൊണ്ട് കേന്ദ്രം ഇടപെടേണ്ടി വരില്ല. അപ്പൊ ഞാൻ വരട്ടെ. ശരി. 2 ദിവസം എന്നെ കാണില്ല. ഞാൻ ഡൽഹിയിലായിരിക്കും. കാണാം. ചിറ്റപ്പ, ആഹാ, തന്നെ ഇപ്പോഴെങ്കിലും കണ്ടത് നന്നായി. എങ്ങോട്ടാ? ഞാൻ ചിറ്റപ്പന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വണ്ടിയിലേക്ക് കയറണം. കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബാലചന്ദ്രൻ പ്രഭയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ചിറ്റപ്പൻ കൊണ്ട് കയറിയാട്ടെ. വേഗം വണ്ടി വിട്. എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. താൻ എന്നാ ഈ മർക്കണമുട്ടി വിടുക? കാര്യമാകെ അപകടത്തിലാണ്. പ്രഭ സിസ്റ്ററുടെ വീടല്ലേ? ഇങ്ങോട്ട് പുറപ്പെടുന്ന വിവരം ഞങ്ങളെ ആരെങ്കിലും അറിയിച്ചുകൂടായിരുന്നു? രവീടൻ വന്നിട്ടുണ്ട്. ശങ്കുച്ചിട്ടവന്റെ വീട്ടിലേക്ക് പോയി. ഇനിയെങ്കിലും അർത്ഥമില്ലാത്ത ഈ പിടിവാശി ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ബാബുവിന് എങ്ങനെയുണ്ട്? ഈ അങ്കിളിനെ മോനറിയാമോ? ഇതാണ് ബാലചന്ദ്രൻ അങ്കിൾ. ഇതിൽ കിടപ്പാണ്. എന്റെ മോൻ എന്തെങ്കിലും മിണ്ടിയിരുന്നെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമില്ല. സിസ്റ്റർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ബാബുവിന് സംസാരിക്കാൻ കഴിയുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ബാലേന്ദ്ര, കാര്യങ്ങളെല്ലാം ശങ്കുച്ചിട്ടപ്പം പറഞ്ഞു. ഇനി ബാബുവിന് ഒരു ആപത്തും ഉണ്ടാവില്ല. പക്ഷേ ഗോപനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഗോപൻ തിരിച്ചു വരും. ആ കാര്യത്തിൽ സിസ്റ്റർ വിഷമിക്കേണ്ട.
അയ്യോ എന്റെ മോൻ. വേഗം ചിറ്റപ്പന്റെ വീട്ടിൽ ചെന്ന് രവിയേട്ടനെ വിവരറിയിക്കും. ആരാ? എന്താ മോളെ ഈ സമയത്ത്? എന്തു പറ്റി? ബാബു മോനെ നടരാജൻ കൊല്ലാൻ കൊണ്ടുപോയി. ബാബുമോനെ, ബാബുമോനെ, മോനെ കണ്ണു തുറക്കൂ. അന്ന് നീ എന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് രക്ഷപ്പെട്ടു. മിസ്റ്റർ രവിപ്രസാദ്, സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിച്ചിരിക്കുന്നു. താങ്ക് യു.
മതി നിങ്ങളുടെ ദുർവാശിയൊക്കെ. ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ എന്റെ സിന്ധു എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന്. വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്നത് എനിക്ക് കാണണം. എന്റെ സിന്ധുവിന്റെ കണ്ണുകൾ കൊണ്ട് ആ ഒരേ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഡാഡി